കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാനൊരുങ്ങുന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധം. ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള കക്ഷികൾ പങ്കെടുക്കും. ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഇത്തരം പ്രതിഷേധമെന്ന് വഖഫ് JPC ചെയർമാൻ ജഗദാംബിക പാൽ വിമർശിച്ചു. अब उस कानून के खिलाफ अगर ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड कल देश की राजधानी दिल्ली में जंतर मंतर पे प्रदर्शन करने जा रही है, तो आखिर किस सवाल पे ऐसा अमेंडमेंट के बाद जो एक बेहतर कानून बन करके आएगा और जो ट्रांसपेरेंट ढंग से उसको वाकिफ का जो मंशा होती थी वक्फ करने का, और उस वक्त का फायदा गरीब, पसमानदा महिलाओं को, खवातीन को, विधवाओं को, बच्चों को उनके एजुकेशन के लिए, हेल्थ के लिए मिलेगा। अभी आज की तारीख में वक्फ की प्रॉपर्टी से किसी गरीब मुस्लिम को या विधवा महिला बच्चों को क्या फायदा मिल रहा है? കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്ന് ഡൽഹിയിൽ വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധം അരങ്ങേറുകയാണ്. പക്ഷേ ഇത് വെറും രാഷ്ട്രീയ നാടകമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ. രോഹിണി, ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നേരത്തെ തന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ് ഈ പ്രതിഷേധ യോഗം എന്ന നിലയിൽ ഒരു വലിയ സമ്മേളനം ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ശിവസേന, ഉദ്ധവ് വിഭാഗം, NCP, ശരത് പവാർ വിഭാഗം തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വിളിച്ചിട്ടുള്ള ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും രാവിലെ 10 മണിക്ക് ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധ യോഗം ആരംഭിക്കും. രോഹിണി. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.